ദില്ലിയിൽ അതിശൈത്യം ശക്തി പ്രാപിക്കുകയാണ്. ഇപ്പോൾ 4.9 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. ഈ സീസണിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് സഫ്ദർജംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. തണുത്ത് കിടുകിട വിറക്കുകയാണോ ഡൽഹി? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ തണുപ്പ്, അതായത് അതിശൈത്യം ശക്തി പ്രാപിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 8 ഡിഗ്രി ആയിരുന്നു താപനില എങ്കിൽ ഇന്നിപ്പോൾ അത് 4.9 എന്നതിലേക്ക് താഴ്ന്നൊരു കാഴ്ചയാണ് ദില്ലിയിൽ കാണാൻ കഴിഞ്ഞത്. സഫ്ദർജംഗ് മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു താപനില ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും വരുന്ന ദിവസങ്ങളിൽ ദില്ലിയിൽ ശൈത്യം ശക്തമാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പും പ്രവചനം നടത്തുന്നത്. പ്രത്യേകിച്ച് 14 വരെ, ഈ മാസം 14 വരെ ശക്തമായ തണുപ്പിനാണ് സാധ്യതയുള്ളത്. അതിനുശേഷം സാഹചര്യത്തിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടായേക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ വർഷവും ഇതേ ഡിസംബർ 15 അടുക്കുമ്പോൾ ഇതേ 4 അത്തരത്തിലുള്ള താപനിലയായിരുന്നു ദില്ലിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ദില്ലിയിൽ ശക്തമായ തണുപ്പ് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ മുഴുവൻ, പ്രത്യേകിച്ച് ദില്ലിയോട് ചേർന്ന് നിൽക്കുന്ന ഹരിയാന ആകട്ടെ അല്ലെങ്കിൽ പഞ്ചാബ് ആകട്ടെ, അത്തരത്തിൽ സംസ്ഥാനങ്ങളിലൊക്കെ ശക്തമായ തണുപ്പിലേക്ക് പോകും എന്നാണ് റിപ്പോർട്ടുള്ളത്. അതേസമയം ജമ്മു കാശ്മീരിലാണെങ്കിൽ -5 താപനില ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. തടാകമടക്കം അതിശക്തമായ തണുപ്പിലാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ തണുപ്പ് ഉണ്ടാകും, അതിശൈത്യം കൂടുതൽ ശക്തി പ്രാപിക്കും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രവചനം ഉള്ളത്. അരുൺ, ഓക്കെ, പ്രത്യേകിച്ച് ഈ ശൈത്യകാലത്തെ നേരിടാൻ ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ വേണ്ടി വരും അല്ലേ നോബൽ? സ്വെറ്ററുകളൊക്കെ മാത്രമല്ല, ഒരു സ്വെറ്റർ ഇട്ടാലൊന്നും ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് -5 കാശ്മീരിലാകുമ്പോഴല്ലേ? തീർച്ചയായും ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കൊടും തണുപ്പിലേക്ക് പോകുമ്പോൾ ആളുകളെ, പ്രത്യേകിച്ച് ഈ ദില്ലിയെയും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നിരവധി ആളുകൾ വഴിയോരങ്ങളിലൊക്കെ ഉറങ്ങുന്ന ഒരു നിത്യ കാഴ്ചയാണ്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഈ തണുപ്പ് വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ ദില്ലിയിൽ പ്രായമായവർ, അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ കൂടുതൽ പ്രതിസന്ധികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ ദില്ലിയും ഉത്തരേന്ത്യയും ഒക്കെ അവരുടെ സെക്ടറുകളിലേക്ക് ഉൾപ്പെടെ മാറിയാലും ശക്തമായ തണുപ്പിനെ അതിജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഈ പറഞ്ഞ 4 ഡിഗ്രിയൊക്കെ എത്തുമ്പോൾ അത് തീർച്ചയായും വലിയ അതിശൈത്യം എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുക. അത്തരത്തിൽ ശക്തമായ തണുപ്പ് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള പ്രവചനം ഇപ്പോൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ചേർന്നത്. ദില്ലിയിൽ അതിശൈത്യമാണ്. 4.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ദില്ലിയിൽ സഫ്ദർജംഗിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. കശ്മീരിൽ -5 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില താഴുകയും ചെയ്തിട്ടുണ്ട്. താപനില ഇങ്ങനെ താഴുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിശൈത്യത്തിൽ മരിക്കുന്നവരുടെ എണ്ണവും ഡൽഹിയിലും ഉത്തരേന്ത്യയിലും കൂടും.